ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കാൻ പോകുന്ന ഒരു കോഴ്സാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. എൻ്റെ അടുത്തും ഒത്തിരി കുട്ടികൾ പഠിക്കാൻ വരാറുണ്ട്. എന്നാൽ എൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്ന ആൾക്കാരോട് ഞാൻ എപ്പോഴും പറയുന്ന സാധനം, നിങ്ങൾ ജനറൽ ആവാതെ സ്പെഷ്യലൈസ് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ ഡിസൈൻ ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ UI UX ഡിസൈനറോ അല്ലെങ്കിൽ പോസ്റ്റർ ഡിസൈനിങ്ങോ പഠിക്കുക. ഇനി അതല്ല, നിങ്ങൾക്ക് കുറച്ചും കൂടി പ്രോഗ്രാമിംഗ് കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ വെബ്സൈറ്റ് ഡെവലപ്പിങ്ങോ അതുപോലുള്ള പഠിക്കുക. ഇനി സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ ആ ഒരു ഏരിയയ്ക്ക് പോവുക. ഇനി അതല്ല, ഗൂഗിൾ ആഡ്സ് ആണെന്നുണ്ടെങ്കിൽ അതിൽ സ്പെഷ്യലൈസ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ജനറൽ എന്ന് പറയുന്നതിനേക്കാളും എപ്പോഴും ഒരു വാല്യൂ അധികമുണ്ട് സ്പെഷ്യലൈസ്ഡ് എന്ന് പറയുന്നതിന്. നമ്മുടെ വീട്ടിലിപ്പോൾ നമ്മൾ കുട്ടികളുണ്ട്, ചെറിയ മക്കളുണ്ടെങ്കിൽ അവരെ എപ്പോഴും കാണിക്കാൻ പോകും ഒരു ജനറൽ ഡോക്ടറെ അടുത്തല്ല, കുട്ടികളെ സ്പെഷ്യലൈസ് ആയിട്ടുള്ള ഡോക്ടറെ അടുത്താണ്. നമുക്ക് പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് നമ്മൾ എവിടെയാണ് പോവുക? ജനറൽ ഡോക്ടറെ അടുത്താണോ? അല്ല, നമ്മൾ എപ്പോഴും പോവുക നമ്മളൊരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്താണ്. അതുപോലെ തന്നെ എല്ലിൻ്റെ കേസിൽ ഓർത്തോ, അങ്ങനെയുള്ള ഏതൊരു സെക്ടർ നിങ്ങൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ അതാത് കാര്യങ്ങൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ എടുത്താൽ പോവുക, അല്ലേ? അല്ലെങ്കിൽ ആ സ്പെഷ്യലൈസ്ഡ് ആൾക്കാർക്ക് നമ്മൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ പോകുന്ന സമയത്തും ജസ്റ്റ് അതിൻ്റെ ബേസിക് നോളജ് വേണമെങ്കിൽ ഉണ്ടാക്കി വെക്കുക, എല്ലാത്തിൻ്റെയും എന്താണ് എങ്ങനെയാണ് എന്നുള്ളത്. അല്ലാതെ എപ്പോഴും അതൊരു ജോബ് അല്ലെങ്കിൽ ഒരു കരിയർ ആയിട്ട് നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു ലോങ് ടേം കരിയർ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും സ്പെഷ്യലൈസ് ചെയ്യുന്നത് നല്ലത്. ഏതെങ്കിലും ഒന്നെടുക്കുക, അതിൽ ഏറ്റവും തറവായിട്ട് ഡീപ്പ് നോളജ് ഉണ്ടാക്കുക, പഠിക്കുക. സോ അത് നിങ്ങൾക്ക് നല്ലൊരു വാല്യൂ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്ത് തരും. ഓക്കെ.